ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. രണ്ടാം ഘട്ട പരീക്ഷയിൽ PSC ചോദിച്ചിട്ടുള്ള ബയോളജി സെഷനിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ SCRT ഉറവിടങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏത്? ചുവടെ തന്നിട്ടുള്ളവയിൽ എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ അത് PSC ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് SCRT ഇത് ഇതുപോലെ കൊടുത്തിട്ടുള്ള ഭാഗത്ത് നിന്നാണ്. നോക്കാം. എക്സിറ്റു കൺസർവേഷൻ ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സുവോളജിക്കൽ ഗാർഡനുകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ജീൻ ബാങ്കുകൾ എന്നിവ. ഓക്കെ, എക്സിറ്റു കൺസർവേഷന് ഉദാഹരണങ്ങളായിട്ട് സുവോളജിക്കൽ ഗാർഡനുകൾ വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിനു വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡനുകൾ. വനമേഖലയിൽ വംശനാശം സംഭവിച്ച ജീവികളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഇവിടം. കേരളത്തിൽ തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ സുവോളജിക്കൽ ഗാർഡനുകളുണ്ട്. അടുത്തത് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. ബൊട്ടാണിക്കൽ ഗാർഡനുകൾ വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. ഒട്ടുമിക്ക സസ്യങ്ങളെയും തിരിച്ചറിയാനും അവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിക്കുന്നതിലൂടെ നമുക്ക് കഴിയും. തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോഴിക്കോട് ഒളവണ്ണയിലെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവ ഉദാഹരണങ്ങളാണ്. അപ്പോൾ തിരുവനന്തപുരത്തും കോഴിക്കോടാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ കേരളത്തിലുള്ളത്. ജീൻ ബാങ്കുകൾ വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനങ്ങൾക്കുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ എന്നത്. ഓക്കെ, ആവശ്യമായ അവസരങ്ങളിൽ ഇവ ഉപയോഗിച്ച് ജീവികളെ പുനഃസൃഷ്ടിക്കാനും കഴിയും. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഇതിനൊരു ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിറ്റു കൺസർവേഷൻ കണ്ടു. ഇൻസിറ്റു കൺസർവേഷനും കൂടി നോക്കാം. ഇൻസിറ്റു കൺസർവേഷൻ വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ഇവയാണ് ഇൻസിറ്റു കൺസർവേഷന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലെ മറ്റ് മൂന്നും. ഓക്കെ, അപ്പോൾ നോക്കാം. വന്യജീവി സങ്കേതങ്ങൾ ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളാണ് വന്യജീവി സങ്കേതങ്ങൾ. പേപ്പാറ, പെരിയാർ, വയനാട് തുടങ്ങിയവ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തത് നാഷണൽ പാർക്കുകളാണ്. നാഷണൽ പാർക്കുകൾ വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ടവയാണ് നാഷണൽ പാർക്കുകൾ. ഇരവികുളം സൈലന്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാം ചോല, പാമ്പാടും ചോല എന്നിവയാണ് കേരളത്തിലെ നിലവിലുള്ള നാഷണൽ പാർക്കുകൾ. കമ്മ്യൂണിറ്റി റിസർവുകൾ പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണിവ. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഇതിന് ഉദാഹരണമാണ്. കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഒരു ഇൻസിറ്റു കൺസർവേഷൻ ആണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് ബയോസ്ഫിയർ റിസർവുകൾ ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശമാണ് ബയോസ്ഫിയർ റിസർവുകൾ. നീലഗിരി, അഗസ്ത്യമല എന്നീ ബയോസ്ഫിയർ റിസർവുകളിൽ കേരളത്തിലെ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുന്നു. ഓക്കെ, അപ്പം നീലഗിരിയും അഗസ്ത്യമലയും ബയോസ്ഫിയർ റിസർവുകളാണ്. കാവുകൾ അല്ലെങ്കിൽ സീക്രട്ട് ഗ്രോവ്സ് ആണ് അടുത്തത്. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ. ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റങ്ങളുടെ ഭാഗമായി അമൂല്യ ജൈവ സമ്പത്തായിരുന്ന കാവുകൾ പലതും നാമാവശേഷമായി. ഏതാനും കാവുകൾ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. പ്രദേശത്തെ ജലസംരക്ഷണത്തിൽ കാവുകളുടെ പങ്ക് നിസ്തുലമാണ്. ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് തദ്ദേശീയമായി ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലകളാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ജൈവ സമ്പന്ന മേഖലയാണ് ഓരോ ഹോട്ട്സ്പോട്ടും. ലോകത്താകമാനമുള്ള
34 ഹോട്ട്സ്പോട്ടുകളിൽ 3 ഇന്ത്യയിലാണ്. ലോകത്താകമാനം 34 ഹോട്ട്സ്പോട്ടുകളിലുണ്ട്. അതിൽ 3 ഇന്ത്യയിലാണ്. പശ്ചിമഘട്ടം, വടക്കുകിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമ മേഖല എന്നിവയാണ് അവ. ഓക്കെ, പശ്ചിമഘട്ടം, വടക്കുകിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമ മേഖല. അടുത്ത ചോദ്യം, ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് ഗോൾജി ബോഡികളാണ്. ഗോൾജി കോംപ്ലക്സ്. നോക്കിക്കേ, ഗോൾജി കോംപ്ലക്സ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്നു. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മസ്തരം തുടങ്ങിയ കോശസ്രവങ്ങളെ ഒരു ചെറുസ്തര സഞ്ചികളിലാക്കുന്നു. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് ഏതാണ്? ഗോൾജി കോംപ്ലക്സ് ആണ്. അതോടൊപ്പമുള്ള മറ്റു കാര്യങ്ങളും കൂടെ പഠിക്കാം. ഫേനം അല്ലെങ്കിൽ വാക്യൂൾ. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് ഫേനം. ഓക്കെ, ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു. അടുത്തത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നു. എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റൈബോസോം എന്നത് കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ്. ഏതാണ്? റൈബോസോമാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനോട് ചേർന്നോ അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്നവയാണ് റൈബോസോമുകൾ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ് ഗ്ലോബുലിൻ എന്നത്. നോക്കിക്കേ, ന്യൂ SCERTയിലെ ഒരു പോർഷനാണ്. നമ്മളിത് ഡീറ്റെയിൽ ആയി പഠിച്ച ഒരു ചാപ്റ്ററാണ്. ന്യൂ SCERT 9th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്കിലാണ് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. രക്തത്തിലെ പ്ലാസ്മയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനുകൾ ഇതെവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നിവയാണ്. രക്തത്തിലെ പ്ലാസ്മയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനുകളാണ് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നിവ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? അത് ഗ്ലോബുലിനാണ്. അടുത്തത്, തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. ബന്ധമില്ലാത്തത് ഏതാണ്? ലിപ്പേസ് ആണ്. ഇതും ന്യൂ SCERT 9th കൊടുത്തിട്ടുള്ളത്. നോക്കാം, ആമാശയം, പാൻക്രിയാസ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നോക്കൂ, ആമാശയ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയരസത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഹാരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു, pH ക്രമീകരിക്കുന്നു. ഇതിലെ എൻസൈമുകളായ പെപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ലിപ്പേസുകൾ കൊഴുപ്പിന്റെ ദഹനത്തെ സഹായിക്കുന്നു. ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് എന്താണ്? ലിപ്പേസുകൾ കൊഴുപ്പിന്റെ ദഹനത്തെ സഹായിക്കുന്നു. ഇനി പാൻക്രിയാറ്റിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് പക്വാശയത്തിലെത്തി ദഹനത്തെ സഹായിക്കുന്നു. ഇതിലെ പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ട്രിപ്സിൻ പ്രോട്ടീനുകളെ ഭാഗികമായി ദഹിപ്പിക്കുന്നു. ലിപ്പേസുകൾ കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടിയ പോയിന്റ് എന്താണ്? ലിപ്പേസുകൾ കൊഴുപ്പിന്റെ ദഹനത്തെയാണ് സഹായിക്കുന്നത്, കൊഴുപ്പിനെയാണ് ദഹിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ലിപ്പേസ് ആണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക.
നോക്കാം. ഒന്നാമത്തേത്, വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കൂടുതലായിരിക്കും കേട്ടോ, കുറവായിരിക്കുന്നതാണ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത്. അത് തെറ്റാണ്. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കൂടുതലായിരിക്കും. ഇതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. മറ്റു രണ്ടും കൂടി നമുക്ക് നോക്കാം. മഴക്കാലത്തും തണുപ്പുകാലത്തും വാസോപ്രസിന്റെ ഉൽപാദനം കുറവായിരിക്കും. മഴക്കാലത്തും തണുപ്പുകാലത്തും വാസോപ്രസിന്റെ ഉൽപാദനം കുറവായിരിക്കും. വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണം കുറയും. വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണം കുറയും. അപ്പോൾ ബി ഓപ്ഷനാണ് ഇവിടെ നമ്മുടെ ആൻസർ. തെറ്റായ പ്രസ്താവനയാണ് ഇത്. വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം നമുക്കത് SCRT നോക്കാം. 10th സ്റ്റാൻഡേർഡിലെ SCRT ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. നോക്കൂ, വേനൽക്കാലത്ത് വിയർപ്പിലൂടെയും മറ്റും ശരീരത്തിൽ നിന്ന് ജലനഷ്ടമുണ്ടാകുന്നതിനാൽ വാസോപ്രസിന്റെ ഉൽപാദനം കൂടുതലായിരിക്കും. വാസോപ്രസിന്റെ ഉൽപാദനം വേനൽക്കാലത്ത് കൂടുതലായിരിക്കും. എന്നാൽ മഴക്കാലത്തും തണുപ്പുകാലത്തും ഇതിന്റെ ഉൽപാദനം കുറവായിരിക്കും. വേനൽക്കാലത്തും മഴക്കാലത്തും വാസോപ്രസിന്റെ ഉൽപാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഈ അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്നത്. ഓക്കെ, വാസോപ്രസിന്റെ ഉൽപാദനം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണം കുറയുകയും കൂടിയ അളവിൽ മൂത്രം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഈ അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്നത്. കൂടെയുള്ള മൂത്രവിസർജനം, കൂടിയ ദാഹം എന്നിവ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇപ്രകാരമാണ് SCRT അത് കൊടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ്. തെറ്റാണ് കേട്ടോ. ഡിഫ്തീരിയ ഒരു ബാക്ടീരിയൽ രോഗവും മലമ്പനി ഒരു പ്രോട്ടോസോവ രോഗവും ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയ ആണ്. ആണോ? അല്ല കേട്ടോ, ഇതും തെറ്റാണ്. ഇത് രണ്ടും വൈറസ് രോഗങ്ങളാണ്, ബാക്ടീരിയ അല്ല. അപ്പോൾ ഇതാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്, 3ഉം 4ഉം ആണ് തെറ്റ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. അപ്പോൾ അത് SCRT എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. നോക്കൂ, മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മസ്തരത്തെ ബാധിക്കുന്ന രോഗമാണ് ഡിഫ്തീരിയ. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മസ്തരത്തെ ബാധിക്കുന്ന രോഗത്തിന്റെ പേര് ഡിഫ്തീരിയ. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ ആണ് രോഗകാരി. ഓക്കെ, പ്രോട്ടോസോവ രോഗങ്ങൾ. ഏകകോശ യൂക്കാരിയോട്ടുകളാണ് പ്രോട്ടോസോവകൾ. പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണമാണ് മലമ്പനി. അപ്പോൾ മലമ്പനി ഒരു പ്രോട്ടോസോവ രോഗമാണ്. ഓക്കെ ആണല്ലോ. ക്യൂണികൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണികൾച്ചർ എന്നത് എന്ത് വളർത്തലുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്യൂണികൾച്ചർ എന്നാൽ മുയൽ വളർത്തലാണ്. SCRT ടെക്സ്റ്റിൽ ഇപ്രകാരം പിക്ചറൈസ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ക്യൂണികൾച്ചർ ശാസ്ത്രീയമായി മുയലുകളെ വളർത്തുന്നതാണ് ക്യൂണികൾച്ചർ. മാംസത്തിനും അലങ്കാരത്തിനുമായി ഗ്രേ ജയന്റ്, വൈറ്റ് ജയന്റ് എന്നീ ഇനങ്ങളെ വളർത്തുന്നു. അങ്കോറയെ രോമത്തിനായും വളർത്തുന്നു. അപ്പോൾ അങ്കോറ, ഗ്രേ ജയന്റ്, വൈറ്റ് ജയന്റ് എന്നിവ മുയലുകളാണെന്ന് അറിഞ്ഞിരിക്കുക. ശാസ്ത്രീയമായി മുയലുകളെ വളർത്തുന്ന കൃഷിക്ക് പറയുന്നതാണ് ക്യൂണികൾച്ചർ എന്നത്. ഓക്കെ, അടുത്തത് SCRT ഇവയോടൊപ്പം തന്നെ കൊടുത്തിരിക്കുന്നവയും കൂടെ നമുക്ക് നോക്കാം. ഹോർട്ടികൾച്ചർ. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടികൾച്ചർ. നാടൻ പഴങ്ങൾ കൂടാതെ ലിച്ചി, റംബൂട്ടാൻ, ഡ്യൂറിയാൻ തുടങ്ങിയ അന്യദേശ പഴങ്ങളും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്.
ഫ്ലോറികൾച്ചർ, എപ്പികൾച്ചർ എന്നിവയാണ് അടുത്തത് നോക്കുന്നത്. ഫ്ലോറികൾച്ചർ എന്താണ്? പേരിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ. വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷിരീതിയാണ് ഫ്ലോറികൾച്ചർ എന്നത്. മുല്ല, ചെണ്ടുമല്ലി, ജമന്തി, റോസ്, ഓർക്കിഡ്, ആന്തൂറിയം എന്നിവ വിപണന സാധ്യതയുള്ള പൂക്കളാണ്. എപ്പികൾച്ചർ എന്താണ്? ശാസ്ത്രീയമായ തേനീച്ച വളർത്തലാണ്. തേനീച്ച വളർത്തലാണ് എപ്പികൾച്ചർ. ഔഷധ ഗുണവും പോഷകമൂല്യവുമുള്ള ഒരു ഉൽപ്പന്നമാണ് തേൻ. കോലൻ, മെല്ലിഫെറ, ഞൊടിയൻ ഇനങ്ങളിൽപ്പെട്ട തേനീച്ചകളെയാണ് സാധാരണയായി വളർത്തുന്നത്. അപ്പോൾ ഇത് തേനീച്ചകളുടെ ഇനങ്ങളാണ്. കോലൻ, മെല്ലിഫെറ, ഞൊടിയൻ. ഓക്കെ. ഇനി എന്താണ് സെറികൾച്ചർ? സ്വാഭാവിക പട്ടിന്റെ നിർമ്മാണത്തിനായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിനെ സെറികൾച്ചർ എന്ന് പറയുന്നു. അപ്പോൾ പട്ടുനൂൽ പുഴുക്കളുടെ കൃഷിയാണ് സെറികൾച്ചർ എന്നത് കേട്ടോ. പട്ടുനൂൽ ശലഭ ലാർവയുടെ പ്രത്യേക ഗ്രന്ഥികളിൽ നിന്നാണ് പട്ടുനൂൽ ഉണ്ടാകുന്നത്. മൾബറി പട്ടുനൂൽ പുഴു, ടസർ പട്ടുനൂൽ പുഴു, മുഗ പട്ടുനൂൽ പുഴു എന്നിവയാണ് മുഖ്യ ഇനങ്ങൾ. പിസികൾച്ചർ പ്രകൃതിദത്ത ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ ടാങ്കുകളിലും ശാസ്ത്രീയമായ രീതിയിൽ മത്സ്യം വളർത്തുന്നതിനെയാണ് പിസികൾച്ചർ എന്ന് പറയുന്നത്. ശാസ്ത്രീയ രീതിയിൽ മത്സ്യം വളർത്തുന്നതിനെ പിസികൾച്ചർ എന്ന് പറയുന്നു. ഭക്ഷ്യ ആവശ്യത്തിനായി കരിമീൻ, രോഹു, കട്ല എന്നിവയെയും അലങ്കാര മത്സ്യങ്ങളായി ഗോൾഡ് ഫിഷ്, ഗപ്പി മുതലായവയെയും വളർത്തുന്നു. ഇത്തരത്തിൽ വളർത്താവുന്ന ഒരു മുഖ്യ ചെമ്മീൻ ഇനങ്ങളാണ് നാരൻ, കാര എന്നിവ. ഓക്കെ, നാരൻ, കാര എന്നിവ മത്സ്യ ഇനങ്ങളാണ്. അടുത്ത ചോദ്യം, കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധി. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധി. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി തെന്നി നീങ്ങുന്ന സന്ധിയാണ്. SCRT ഇത് ഇപ്രകാരം പിക്ചറൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് ഓൾഡ് SCRTയിലാണ് ഇപ്രകാരം കൊടുത്തിട്ടുള്ളത്. ന്യൂ SCRTയിൽ വേറെ തരത്തിൽ ഇതന്നെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, കാൽക്കുഴ, കൈക്കുഴ എന്നിവിടങ്ങളിലുള്ള സന്ധി ഏതാണ്? തെന്നി നീങ്ങുന്ന സന്ധി. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ തെന്നി നീങ്ങുന്ന സന്ധിയാണുള്ളത്. അതുപോലെ നോക്കിക്കേ, ഇവിടെ വിജാഗിരി സന്ധി, കൈമുട്ട്, കാൽമുട്ട് എന്നിവിടങ്ങളിൽ വിജാഗിരി സന്ധിയാണുള്ളത്. ഇനി കീലസന്ധി, തലയോടും നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലം, കഴുത്ത്, അവിടെയാണ് കീലസന്ധി ഉള്ളത്. കീലസന്ധിക്ക് ഉദാഹരണം തലയോടും നട്ടെല്ലിൻ്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലത്തുള്ള സന്ധിയാണ് ഇത് കീലസന്ധി. ഇനി ഗോളരസന്ധി. ഗോളരസന്ധി എന്താണ്? തോളെല്ല്, ഇടുപ്പെല്ല്, തോളെല്ല്, ഇടുപ്പെല്ല് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സന്ധിയാണ് ഗോളരസന്ധി. ഓക്കെ, അപ്പോൾ ഗോളരസന്ധി, കീലസന്ധി, വിജാഗിരി സന്ധി, തെന്നി നീങ്ങുന്ന സന്ധി എന്നിവ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. അടുത്ത ചോദ്യം, സിനാപ്സ്. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പ്രസ്താവനകൾ നോക്കാം. 2 നെഫ്രോണുകൾക്കിടയിൽ കാണുന്നു. സിനാപ്സ് എന്നത് 2 നെഫ്രോണുകൾക്കിടയിൽ കാണപ്പെടുന്നു എന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. പേശീകോശത്തിനും ന്യൂറോണിനുമിടയിൽ കാണുന്നു, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പേശീകോശത്തിനും ന്യൂറോണിനുമിടയിലാണ് സിനാപ്സ് കാണുന്നത്. 2 ന്യൂറോണുകൾക്കിടയിൽ കാണപ്പെടുന്നു, 2 ന്യൂറോണുകൾക്കിടയിലും കാണപ്പെടുന്നുണ്ട്, അപ്പം അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 2 പേശീകോശങ്ങൾക്കിടയിൽ കാണപ്പെടുന്നു എന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയുമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 2ഉം 3ഉം ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 2ഉം 3ഉം ശരിയാണ്. SCRT നോക്കാം. സിനാപ്സ് നോക്കിക്കേ, പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്, വായിക്കാം. 2 നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെട്ടതാണ് സിനാപ്സ് എന്നത്. 2 നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെട്ടാണ് സിനാപ്സ് ഉള്ളത്. ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ ചില രാസവസ്തുക്കളെ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു. ഈ രാസവസ്തുക്കളാണ് നാഡീയ പ്രേക്ഷകങ്ങൾ. ഇവ തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെയോ കോശത്തെയോ ഉത്തേജിപ്പിച്ച് പുതിയ വൈദ്യുതാവേഗങ്ങൾ സൃഷ്ടിക്കുന്നു. അസൈറ്റൽ കോളിൻ, ഡോപ്പമിൻ എന്നിവ നാഡീയ പ്രേക്ഷകങ്ങൾക്ക് ഉദാഹരണമാണ്. അസൈറ്റൽ കോളിൻ, ഡോപ്പമിൻ എന്നിവ നാഡീയ പ്രേക്ഷകങ്ങൾക്ക് ഉദാഹരണമാണ്.
ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുകയാണ് സിനാപ്സുകളുടെ ധർമ്മം. ഓക്കെ, അപ്പോൾ സിനാപ്സ് നമ്മളെ ടെക്സ്റ്റിൽ ഇപ്രകാരവും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചോദ്യങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാ ചോദ്യവും തന്നെ SCRTയിൽ കൃത്യമായി കൊടുത്ത രീതിയിൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ SCRT ഭാഗങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയുള്ള പരീക്ഷകൾക്കും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ശരിയായ ഉത്തരങ്ങൾ വ്യക്തമായി പഠിക്കുക, റിവൈസ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.